ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഐ ആം സീതി ഫ്രം കാസർഗോഡ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റിയിട്ടാണ്. എൻ്റെ +2 കാലഘട്ടങ്ങളിൽ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര വീക്കായിരുന്നു. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് എക്സാം വന്നപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി. അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയി. അതിനുപരി അവിടുത്തെ ഒരു സർ എന്നെ റെക്കമെൻഡ് ചെയ്തത് ഒരു പുസ്തകം വാങ്ങിക്കാനാണ്. പൊതുവെ നമ്മൾ മലയാളികൾ കണ്ടുവരുന്നത് മലയാളം പരിഭാഷയിൽ ഇംഗ്ലീഷും മലയാളവും ചേർത്തിട്ടുള്ള ഒരു പുസ്തകം, ഇംഗ്ലീഷിൻ്റെ തർജ്ജമ, അങ്ങനെ മലയാളം ടു ഇംഗ്ലീഷ് അങ്ങനെയായിരുന്നു എല്ലാവരും ചെയ്യുന്ന രീതി. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഉദാഹരണത്തിന് ഈ എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന പ്രസിദ്ധമായ റെമണ്ട് മൂപ്പി എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇപ്പോഴും അവിടെ കാറ്റലോഗായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് അത്യാവശ്യം ഈ പുസ്തകം വായിച്ചാൽ ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനവും നല്ലൊരു കഴിവും അതുപോലെ നല്ല ഭാഷാ പ്രാവീണ്യവും ലഭിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത് അത് MBA അതിന് മേലെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് ഈ ഇൻ്റർമീഡിയറ്ററി ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക്. അത് ഏകദേശം വലിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് ഈ ഇൻ്റർമീഡിയറ്ററി ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ ലെസനും ഏകദേശം ഇതിൽ 114 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇത് ആദ്യത്തെ ലെസൺ ആണ്. അപ്പോൾ ഇവിടെയാണ് പാഠങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സസൈസ് വരും. അപ്പോൾ ഇത് മൊത്തം വായിച്ച ശേഷം നമ്മൾ എക്സസൈസ് നമ്മൾ ആവുന്ന വിധം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ആൻസർ അവസാനത്തെ ഭാഗം ഓരോ ചാപ്റ്ററിനെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് കീ ടു എക്സസൈസ് ഒരു ആൻസർ കറക്റ്റ് ആണോ എന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെയും വൈകുന്നേരവും വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ച ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ നല്ലൊരു ലാംഗ്വേജ് സ്കില്ല് വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ കഴിയുന്ന വിധം ഈ ഒരു എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.